ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിന് അടുത്താണുള്ളത്. ഇതൊരു കോർപ്പറേഷൻ ഏരിയ ആണ്. ഇവിടെ 7.5 സെൻറ്റിൽ 3250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും അതുകൂടാതെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും അതിവിശാലമായിട്ട് വേർതിരിച്ചിട്ടുള്ള വാഷ്റൂമോട് കൂടിയതും പിന്നെ തടികളെല്ലാം അതായത് കട്ടളയും കതകും എല്ലാം തേക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിരിക്കുന്ന ഒരു അതിവിശാലമായിട്ടുള്ള ലക്ഷറി വീടാണ്. അപ്പോൾ നിങ്ങളൊരു 2.25 കോടി ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരാം. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് വളരെ അടുത്താണ്. അതൊരു പ്രൈവറ്റ് റോഡാണ്. ഇവിടെ ഡെഡ് എൻഡ് ആണ്. അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ലക്ഷറി വീടുകൾ മാത്രമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തുള്ളതാണ്. ഇവിടെ ആ ഒരു മതിലിൻ്റെ ആ ഒരു ചുറ്റുമതിലിൻ്റെ താഴ്ഭാഗത്തേക്ക് കാണാം. അതുപോലെ പ്ലാന്റ്സ് ഒക്കെ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗേറ്റ് നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തേക്കും ഇങ്ങോട്ടേക്ക് 2 മടക്കായിട്ട് നമുക്ക് വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇങ്ങോട്ടേക്കാണെങ്കിൽ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വലിയ ഗേറ്റും കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല ഇങ്ങോട്ടേക്കാണെങ്കിൽ നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് വേറൊരു പ്രത്യേകത. ഇപ്പോൾ ഒരു കാർ തൊട്ടടുത്ത വീട്ടിലെ കാറോട് ഇട്ടേക്കാണ്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനും ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസും ഉള്ളൊരു കാർ പോർച്ചാണ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഫ്രണ്ട് ഡിസൈൻ, ഈ കാർ പോർച്ചിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു ഡിസൈൻ കണ്ടോ, ബാൽക്കണി കൊടുത്തിട്ടുള്ള, അതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയാനുള്ളത്. അവിടെ എല്ലാം പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുറ്റം വിരിച്ചിരിക്കുന്നുണ്ടോ, ഫുള്ള് നാച്ചുറൽ സ്റ്റോൺ ആണ്. അതുകൂടാതെ തന്നെ നാച്ചുറൽ ഗ്രാസോ വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കി ഫുള്ള് കലാത്തിയ പ്ലാന്റ് കാണാം. നല്ല രീതിയിൽ ഗ്രീനറി ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാർ പോർച്ചിലേക്ക് വരാം. ഇവിടെ ഫുള്ള് നോക്കുവാണെങ്കിൽ ടൈൽസാണ്, ആൻറ്റി സ്കിഡാൽ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലാണ്ടോ ആ ഒരു ഹൈലൈറ്റ് പോലെ തന്നെ അവിടെ ആയിട്ടെല്ലാം പ്രൊഫൈൽ ചെയ്യാൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർഫസ് ലൈറ്റും കാണാം. അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല മനോഹരമാക്കി ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു തൂണ് കണ്ട് അത് നോക്കുകയാണെങ്കിലും ആ ഒരു നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. 2 തൂണും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണലും ആ ഒത്ത് ചേർത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റെപ്പും അതുപോലെ തന്നെ ഫ്ലോറിങ് ഫുള്ള് ഗ്രാനൈറ്റാണ്. ഈ ഒരു സിറ്റൗട്ട് L ഷേപ്പിനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഫോയറും അതുപോലെ ഇവിടെ ആയിട്ട് സിറ്റിംഗ് ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റും. 2 ഭാഗത്തേക്ക് അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷനുള്ള അത് വിശാലമായിട്ടുള്ള സിറ്റൗട്ട് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് പുറകിലായിട്ട് നല്ലൊരു നിഷ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ചെറിയ നിഷയെ കാണാറുള്ളൂ. ഇത്രയും വലിയ നിഷ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം തേക്ക് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഈ വീടിൻ്റെ ഫ്രണ്ട് ഹൈലൈറ്റ് എന്നുള്ളത് ഇതിൻ്റെ ഡോർ തന്നെയാണ്. കാരണം അത് വിശാലമായിട്ടുള്ള ഡോറാണ്. 6 അടി വീതിയുള്ള ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു വീടുകളിൽ ലക്ഷറി വീട്ടിലെടുത്തിട്ടും ഇത്രയും വലിയ ഡോർ കണ്ടിട്ടില്ല. ഇവിടെ കട്ടളയും കതകും എല്ലാം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അതിവിശാലമായിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് ഒരു നല്ലൊരു വലിയൊരു ഫോയറിലേക്ക് വരുന്നത്. ഒരു ഫോയർ സ്പേസിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡ് രീതിയിലുള്ള ജിപ്സം സീലിംഗ് ഇരിക്കുകയാണ്. അതിന് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്ക് വരാം. ഇത്രയും ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ആ ഫോയർ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു WPC പാനൽ ഇരിക്കുകയാണ്. അതും 2 ഫാൻ, ട്രഡീഷണൽ രീതിയിലുള്ള ലൂക്കറിൻ്റെ 2 ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 ഭാഗത്തും ഡിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ നല്ലൊരു TV യൂണിറ്റാണ്. അതിൻ്റെ പുറകിലായിട്ട് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലേയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. താഴോട്ടെല്ലാം സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഒരു ആർച്ച് കൊടുത്തുള്ള ഡൈനിങ് ഏരിയ കൊടുത്തേക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ 6x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് വുഡ് ഡിസൈനിലുള്ള സീലിംഗ് ഇരിക്കുകയാണ്. 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ രീതിയിലുള്ളൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു കോഡിയാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിലേക്ക് ആ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിലായിട്ടാണ് ആ ഒരു പർഗോള കൊടുത്തിരിക്കുന്നത്. സൺലൈറ്റ് ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ഏരിയയിലേക്ക് വരാം. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുള്ള് ഇവിടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കിനി ഈ ഒരു കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ നാനോ വൈറ്റ് ആണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. അതിൻ്റെ ഹാൻഡിൽസ് എല്ലാം ഒരു റോസ് ഗോൾഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വാഷ് ബേസിനിലേക്ക് വരുവാണെങ്കിൽ കോളർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പും അത് തന്നെയാണ്, കോളർ തന്നെയാണ്. നമുക്ക് ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇപ്പം നമുക്ക് റൈറ്റിലേക്കാണെങ്കിൽ തണുത്ത വെള്ളം, ലെഫ്റ്റിലേക്കാണെങ്കിൽ ചൂട് വെള്ളം, ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും പ്രത്യേകിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഡൈവർട്ടർ കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ലിക്വിഡ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ ഇവിടുത്തെ ഈ ഭിത്തി ഫുള്ള് ക്ലാഡിങ് ഇരിക്കുന്നത് ഒരു ടൈലിൻ്റെ ഒരു വുഡ് ഡിസൈനിലുള്ള ഒരു ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡോർ നോക്കുകയാണെങ്കിൽ കട്ടലും കഥകളെല്ലാം നല്ല രീതിയിലുള്ള തേക്കായി യൂസ് ചെയ്തിരിക്കുന്നു. ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലേക്ക് വരാം. ഇവിടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് കാണാം. അവിടെ നമുക്ക് മൈക്രോവനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നാനോ വിറ്റ് തന്നെയാണ്. അതുപോലെ മുകളിലായിട്ടെല്ലാം മറൈൻ പ്ലേയിലാണ് ഈ ഫുള്ള് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുഖത്തോട്ടായി ടോൾ യൂണിറ്റുകൾ കാണാം.
ഇവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസുള്ള ടോൺ യൂണിറ്റാണ്, ഒരു പുള്ളി യൂണിറ്റാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി എടുത്ത് ടൈലിലേക്ക് വരാം. ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു അത്തംകുടി ടൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസൈനിലുള്ള ഒരു മൊറോക്കൻ സീരീസ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 സൈസാണ്. എന്നിട്ട് വലിയൊരു ഫ്രിഡ്ജൊക്കെ വെക്കാൻ പറ്റി, അത് വിശാലമായിട്ടുള്ള ഏരിയ കൊടുത്ത് നല്ല ഹൈറ്റും ഉണ്ട്. അതുപോലെ ഇവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭിത്തി ഉണക്കിൽ ഫുള്ള് ടൈറ്റ് ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് മൊത്തത്തിലേ ടൈറ്റ് ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. അല്ല അപ്പോക്സും ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മൊറോക്കൻ സീരീസ് പോലുള്ള ആ ഒരു സീരീസ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കൗണ്ടർ ടോപ്പിലേക്ക് വരാം. ഇവിടെ ഫുള്ള് യൂസ് ചെയ്തത് നാനോ വെയിറ്റ് ആണ്. അതിനടിയിലായിട്ട് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഹുഡ് ആൻഡ് ഹോബിലേക്ക് വരുവാണെങ്കിലും എല്ലാം ഹാഫ്ലി എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് ചിമ്മിനി അതിന് ഹാഫ്ലി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്പർ ക്യാബിനറ്റ് ഫുള്ളും മറൈൻ പ്ലേയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സിങ്കൊക്കെ നോക്കുകയാണെങ്കിൽ മോഡേൺ രീതിയിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വാഷ് ഇത് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ഫോഴ്സ് കൂട്ടി ചെയ്യാം. അതുപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു വാഷർ വരും. അത് മാത്രമേ ഇവിടെ ലിക്വിഡ് യൂസ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ പാത്രത്തിൽ വാഷ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനും കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡേൺ ഡിസൈനിലുള്ള സിങ്കോ കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കബോർഡ് കാണാം. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഒരു എന്താ പറയുക ടെക്സ്ചർ രീതിയിൽ നോക്കുകയാണെങ്കിൽ കോട്ടൺ ടെക്സ്ചർ രീതിയിലുള്ള ഒരു ലാമിനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടയ്ക്കുന്നുണ്ട്, സോഫ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് പോകും. നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ സ്ലാബ് എല്ലാം ചെയ്യുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും സർഫസ് ലൈറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പുറകിലേക്കുള്ള ഡോർ നോക്കുകയാണെങ്കിൽ അതെല്ലാം തേക്കിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറകിൽ ഇറങ്ങിയിട്ട് ഇവിടെയും നമുക്ക് നടന്ന് പോകാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്, അതെല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെർവൻറ്റിനായിട്ടൊരു പ്രത്യേകിച്ചൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും ഫുള്ള് തേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ഫോയറിലേക്ക് വരുവാണ്. 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ബ്രാൻഡഡ് ആണ്. അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 13 അടി നീളവും ഏകദേശം 13 അടി വീതിയും വരുന്ന റൂം തന്നെയാണ്. ഫോയർ കൂട്ടാതെ 2 ഭാഗത്തും ഫോയർ വരുന്നുണ്ട്. ഇവരുടെ 4 വിൻഡോ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ വിൻഡോ ആണ്. അങ്ങനെ ടോട്ടൽ 5 വിൻഡോസ് ഉണ്ട്. നല്ലൊരു വെളിച്ചം കിട്ടുന്നൊരു ഏരിയ കൂടെ. നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാർഡ്രോബ് ഏരിയയിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു കോട്ടൺ ടെക്സ്ചറിലുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറൈൻ പ്ലേയിൽ 710 ഗ്രേഡാണ് അതിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് എടുക്കാം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഫോയർ ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഫോയർ ഏരിയയിലാണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു മേക്കപ്പ് ഏരിയ മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മറൈൻ പ്ലേയിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹൈലൈറ്റ് എന്നൊരു വാഷ്റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ ഡോർ നോക്കുകയാണെങ്കിലും FRP ഡോസ് ആണ്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വേർതിരിച്ചിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള വാഷ്റൂമാണ്. ഇവിടെ WC യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം വോൾ മൗണ്ടഡ് ആണ്. അതും കോളർ എന്ന ബ്രാൻഡാണ്. വാഷ് ബേസിൻ ആണെങ്കിലും അതുപോലെ മിററും ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന കോളർ ബ്രാൻഡ് തന്നെയാണ്. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് വരുന്നത്. അതുപോലെ മുകളിലായിട്ട് നല്ല ഹൈറ്റുള്ള വാഷ്റൂം തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വെറ്റ് ഏരിയയിലേക്ക് വരാം. വെറ്റ് ഏരിയയിൽ ഹൈലൈറ്റ് നല്ല സ്പേസുള്ള വെറ്റ് ഏരിയയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ കാണുമ്പോൾ ഇത്രയും ഒരു സ്പേസ് വെറ്റ് ഏരിയയ്ക്ക് വരാറില്ല. നല്ല സ്പേസുള്ള വെറ്റ് ഏരിയയാണ്. അതുപോലെ റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെയിൻ ഷവർ ഒരു റെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഷവർ തന്നെ കൊടുത്തിരിക്കുന്നത്. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോപ്പ് വയ്ക്കാനോ ലിക്വിഡ് വയ്ക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ടാമത്തെ റൂമിലേക്ക് പോകണം ഒഴിക്കാൻ DB ഉണ്ട്. DBയുടെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് DB എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലെഗ്രൻ്റെ പുറമെ അകത്തേക്ക് നമുക്ക് ELCB MCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ലെഗ്രൻ്റെ ലൂവറും മിക്സ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. രണ്ടാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ സ്വിച്ച് ബോർഡ് കാണാം. അതുപോലെ ഇവിടെയും ഫുള്ള് നല്ല രീതിയിൽ തേക്ക് എടുത്ത് പറയേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും വരപ്പല്ല, ഇതിൻ്റെ കറക്റ്റ് കാതല കാണുന്നത്. അപ്പോൾ എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരാം. റൂമിൽ നമ്മൾ നേരെ ചെറിയൊരു ഫോയർ നേരെ റൂമിലേക്ക് വരികയാണ്. ഈ റൂം നോക്കുകയാണെങ്കിലും ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 12 അടി നീളവും 10 അടിയോളം വീതിയും വരുന്ന റൂമാണ്. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാനും കൊടുത്തിട്ടുണ്ട്. എല്ലാം BLDC ഫാനാണ്. അതുപോലെ നമ്മൾ 2 റൂമുകളിലും അതുപോലെ ഈ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാർഡ്രോപ്പിലേക്ക് വരാം. വാർഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്ലോസി ഫിനിഷുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മറൈൻ പ്ലേ തന്നെയാണ്. അകത്തെല്ലാം ഒരു കോട്ടൺ ടെക്സ്ചർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫോയറിന് മുകളിലായിട്ട് 2 കബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ കാണാം. ഇതും ഈ പറയുമ്പോൾ ഒരു ഗ്ലോസി ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെയും വാഷ്റൂമിൻ്റെ ഡോറും FRP ഡോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് നേരെ വെറ്റ് ഏരിയയിലേക്ക് വരാം.
വെറ്റേരിയ നല്ല സ്പേസ് ഉള്ള വെറ്റേരിയ തന്നെയാണ്, കൺജസ്റ്റഡ് എന്നല്ല. ഇവിടെ എല്ലാം ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും റെയിൻ ഷവർ തന്നെ കൊടുത്തിരിക്കുന്നത്, ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന കോളർ എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ നമുക്ക് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സീലിംഗ് ഹൈറ്റ് ടൈൽ ഒടിച്ചിട്ടുണ്ട്. സീലിംഗ് കറക്റ്റ് നോക്കുന്നുണ്ട്, സീലിംഗ് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൺസീലർ ഫ്ലഷ് ടാങ്ക് ബാക്കി നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ്, ഫുൾ കോളറിൻ്റെ തന്നെ ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി 2 റൂമ് താഴെ ഉള്ളു, ഇനി ബാക്കി 2 റൂമുകൾ മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അപ്സ്റ്റേറിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് വരുന്നതും അതുപോലെ ഹാൻഡ് റെയിൽസ് എല്ലാം ഫുള്ള് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 പർഗുകളെയും നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടും നമുക്ക് 2 വിൻഡോസ് കാണാം, നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരെ അപ്പർ ലോഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് തേക്കിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ടെറാക്കോട്ട ജാലിയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ തണുത്തൊരു എയർ ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിലും ഫുള്ള് 6x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു TV ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു TV ഉണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് ഇട്ടിട്ട് അങ്ങനത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഹോം തിയേറ്റർ റൂം ഉണ്ട്, അത് കൂടാതെ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ മുകളിലായിട്ടുള്ള ലീഫ് ഡിസൈനിലൊരു 2 ഭാഗത്ത് ഒരു CNC കട്ടിങ് കൊടുത്തുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 റൂമുകളും ഒരു ഹോം തിയേറ്ററോ വരുന്നു. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ച കണ്ടിട്ട് ഹോം തിയേറ്ററിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ ഈ ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ നല്ല വിശാലമായ റൂം തന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്, അതും ബ്രാൻഡഡ് ആണ്, അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 13 അടി വീതിയും 18 അടി നീളമുള്ള റൂമാണ്. മുകളിലായിട്ടെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് വിൻഡോസൊക്കെ കൊടുത്ത് നല്ല വെന്റിലേഷൻ കിട്ടിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു വാർഡ്രോബ് കാണാം. ഇത് വേറൊരു ടെക്സ്ചറാണ്, നമ്മൾ കാണാത്ത ഓരോ റൂമിലും ഓരോ ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും പുറമേ ടെക്സ്ചർ വ്യത്യാസമുള്ളൂ, പക്ഷേ അകമേ നോക്കുവാണെങ്കിൽ ഫുള്ളും ഒരു കോട്ടൺ ടെക്സ്ചർ ഇത് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് എൻട്രി ഉണ്ട്, ഒരു ആർച്ച് കൊടുത്ത് അതിമനോഹരമായി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യുന്ന അങ്ങനെയാണ് ആ ഒരു ആർച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഈ വാഷ്റൂമിൽ വ്യത്യാസമുള്ളത് ഇവിടെ വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് തീമാണ്. അതുപോലെ ഇവിടെ ആയിട്ട് കോളറിൻ്റെ ഒരു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് വ്യത്യാസം പറയാനുള്ളത്. ഇനി നമുക്ക് വെറ്റേരിയയിലേക്ക് വരുവാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയൊക്കെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ പർഗോളയും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഗ്ലാസ്സായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ ഒന്നും പേടിക്കേണ്ട. അതുപോലെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ റെയിൻ ഷവർ കൊടുത്തിരിക്കുകയാണ്. ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള റെയിൻ ഷവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഹാൻഡ് ഷവർ കാണാം. അതുപോലെ ഡൈവേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഒരു രീതിയിലാണ് ഈ വാഷ്റൂം ഒരു വിട്ടൊക്കെ കിട്ടുന്നുണ്ട്, തന്നെ നല്ലൊരു രസമുണ്ട്. ഇനി നമ്മുടെ നേരെ ഡ്രൈ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാം നാനോ വെയിറ്റ് ആണ്. അതുപോലെ ഒരു ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം വിട്ടു, ഈ റൂമിൽ ബാൽക്കണികളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഈ റൂമിലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് നേരെ ഇനി ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ബാൽക്കണിലേക്ക് വരുമ്പോൾ ഇവിടെയും തേക്ക് തന്നെയാണ് ഡോസെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 12 അടിക്ക് പുറത്ത് നീളവും അതുപോലെ ഒരു 6 അടിക്ക് അകത്ത് വീതിയുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബ്സ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുത്തൊരു കാറ്റാണ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂവും അതുപോലെ ഇവിടെ ആയിട്ടൊരു GI ട്യൂബുകളിൽ GI പൈപ്പിലായിട്ടുള്ള പർഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 4ാമത്തെ റൂമിലേക്ക് വരാം. 4ാമത്തെ റൂം നോക്കുകയാണെങ്കിൽ അത് വിശാലമായ റൂം തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ റൂമിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 17 അടി നീളവും 12 അടി വീതിയുള്ള റൂമാണ്. ഇവിടെ മുകളിലായിട്ട് ഒരു വുഡ് ടെക്സ്ചറിലുള്ള ആ രീതിയിലുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വോൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് WPC പാനലും ചെയ്തിട്ടുണ്ട്, ഒരു ചാർക്കോൾ പാനലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാർഡ്രോബിലേക്ക് വരാം. ഇവിടുത്തെ വാർഡ്രോബ് വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. ഈ 4 റൂമിലും വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്ചറിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വുഡ് രീതിയിലുള്ള ഒരു വുഡ് ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു കോട്ടൺ ടെക്സ്ചർ തന്നെയാണ്, അതിന് വ്യത്യാസം വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഒരു ഫോയറിലേക്കാണ് വരുന്നത്. ഈ ഒരു ഫോയറിലേക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ഈ 4 റൂമുകളിലും ആ ഒരു വാർഡ്രോബ് ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വ്യത്യസ്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെയും കോളറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വെറ്റേരിയയിലേക്ക് വരാം. വെറ്റേരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റൂമിൽ അതുപോലെ തന്നെയാണ്. ഇവിടെയും ഒരു കറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല ഒരു വിശാലമായിട്ടുള്ള വെറ്റേരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ കോളർ തന്നെയാണ്. ഇവിടെ സീലിംഗിലായിട്ട് കൺസീൽഡ് ആയിട്ടുള്ളൊരു റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഈ റൂമിലൊരു ബാൽക്കണി വരുന്നുണ്ട്.
ഈ ഒരു ബാൽക്കണി ഏരിയ ഡോറും തേക്കിൽ തന്നെയാണ്, കട്ടിലയും കടകും എല്ലാം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ്. ഏകദേശം ഒരു 5 അടിയോളം വീതിയും അതുപോലെ ഒരു 12 അടിക്ക് മുകളിൽ 13 അടിയോളം നീളമുള്ളൊരു ബാൽക്കണി തന്നെയാണ്. ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസും അതുപോലെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ട്യൂബ്സോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, ഒരു പോണ്ടുണ്ട്, കുളമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് പുറകിലേക്കുള്ളത്. അതുപോലെ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഹോം തിയേറ്ററിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ വീടിൻ്റെ അപ്പർ ലോഞ്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹോം തിയേറ്റർ റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഹോം തിയേറ്റർ റൂമിലേക്ക് വരാം. ഇവിടെ എല്ലാം ഒരു വുഡ് രീതിയിലുള്ള ടെക്സ്ചറുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഹോം തിയേറ്ററിൻ്റെ സ്ക്രീൻ വരുന്ന ഏരിയ. അപ്പോൾ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് പോയിൻറ്റും വയറുകളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടൊക്കെ ഉണ്ട് ഫുൾ ഡോൾബി അറ്റ്മോസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൊജക്ടർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു സിം ടെക്സ്ചറിലാണ് ഈ ഭിത്തി ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതുകൂടെ നമ്മൾ മൂവി കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ബാൽക്കണി, ഒരു റിഫ്രഷ് ഏരിയ ഉണ്ടല്ലോ, ആ റിഫ്രഷ് ഏരിയ ആയിട്ട് നമുക്കൊരു ബാൽക്കണിയും ഗസീബോ ഒരുമിച്ച് കൊടുത്തിരിക്കുക. ഇവിടെ ഇതൊരു കാർ പോർഷന് മുകളിൽ വരുന്ന ഏരിയയാണ്. ഇതൊരു വീടിൻ്റെ ഹൈലൈറ്റ് ഏരിയ തന്നെയാണ്. ഇവിടെ ഫുള്ളായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ 2 സൈഡിലായിട്ടും ടെറാക്കോട്ട ജാളി ഇരിക്കുകയാണ്. അതുകൊണ്ട് തണുത്ത കാറ്റാണ് അകത്തൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ച സമയമാണ്, എന്നിട്ട് പോലും വലിയൊരു ചൂട് അനുഭവപ്പെടുന്നില്ല. ഇവിടെ ആയിട്ട് ഫുള്ളായിട്ടുണ്ടോ ഒരു 4 ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുള്ള് നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറകിലായിട്ടും പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ പുറകിലായിട്ടും ഫുള്ളായിട്ടും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ എല്ലാം ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒറ്റ രീതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയോട് കാണാൻ വേണ്ടിയിട്ടും നല്ല കാറ്റുണ്ട്. ഇവിടെ മുകളിലായിട്ടും കാണാം, നമുക്ക് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഫുള്ള് പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ആ ഒരു നാച്ചുറൽ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ ഇനി കാണേണ്ടത് ഓപ്പൺ ടെറസാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ അപ്പർ ലോഞ്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കാണ് റൂഫ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരു 2x2 സൈസിലുള്ള വെട്രഫിറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞൊരു ബാൽക്കണി പോലെ ഒരു വ്യൂയും കിട്ടുന്നുണ്ട്. 2 ഭാഗത്തു നിന്നും ഫുള്ളായിട്ടൊരു ഔട്ടർ വ്യൂയും കിട്ടുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീടിൻ്റെ റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ഇനി വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ആയിട്ട് 2 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 1000 ലിറ്ററും ഒന്ന് 500 ലിറ്ററുമാണ്. അപ്പോൾ 1500 ലിറ്റർ വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇവിടെ കോർപ്പറേഷൻ വാട്ടറാണ്, എപ്പോഴും വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല പർഗോള കൊടുത്തിരിക്കുന്നത്, അതിൽ വാഷ്റൂമിൻ്റെ മുകളിൽ പർഗോളയാണ്. ഇതൊന്നും ട്രാൻസ്പെറൻറ്റേ അല്ല, ഒരിക്കലും ഒരു വ്യൂ കിട്ടുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ടൊരു സൺലൈറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളൊരു ലക്ഷറി ഏരിയ ആയിട്ട് വരുന്നത്, എല്ലാം ഫുൾ ലക്ഷറി വീടുകളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ 7.5 സെൻറ്റിലെ 3250 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 2,30,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക്